ട്രംപ് ഫ്രാൻസിന് നേരെ താരിഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 30% താരിഫാണ് കൊണ്ടുവന്നിരിക്കുന്നത്. യൂറോപ്പിന് മേൽ ആകെ തന്നെ താരിഫിൻ്റെ ഒരു കരുനീലിട്ടിട്ടുണ്ട്. വലിയ പ്രശ്നത്തിലേക്ക് പോകില്ലേ? അല്ല, ഇതിപ്പോൾ ഒരു ബുള്ളിയെ എങ്ങനെ നേരിടാമെന്നുള്ളതാണ് ലോകം മുഴുവൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ട്രംപ് ഇപ്പോൾ ഈ യൂറോപ്പിൻ്റെ നേരെ ഈ താരിഫ് യുദ്ധം വീണ്ടും പ്രയോഗിക്കാൻ കാരണം യൂറോപ്പിൻ്റെ ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി ഇവിടെ നിന്നൊക്കെയുള്ള ട്രൂപ്പ് ഡെൻമാർക്കിലേക്ക് പോകുന്നു. കാരണം നാറ്റോ രാജ്യത്തിനെ ആക്രമിക്കുകയാണെങ്കിൽ നാറ്റോയിലെ മറ്റ് രാജ്യങ്ങളെ ഓരോ രാജ്യത്തിനെയും ആക്രമിക്കുന്നതായിട്ട് അതാത് രാജ്യങ്ങളെ ആക്രമിക്കുന്നതായിട്ട് കരുതി എല്ലാ രാജ്യങ്ങളും വന്ന് ആ രാജ്യത്തിനെ രക്ഷിക്കണം. അപ്പോൾ ഒന്നുകിൽ കാശ് കൊടുത്തിട്ട് നിങ്ങൾ ഗ്രീൻലാൻഡ് എനിക്ക് തരിക, അതല്ലെങ്കിൽ ഞങ്ങൾ മിലിറ്ററി ഉപയോഗിച്ചിട്ട് അത് പിടിച്ചെടുക്കുക. എനിക്ക് ഗ്രീൻലാൻഡ് കിട്ടിയേ പറ്റൂ എന്നാണ് ട്രംപിൻ്റെ നിലപാട്. അപ്പോൾ ഇത് മനസ്സിലായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ആദ്യമൊക്കെ ഈ ഇപ്പം അമേരിക്ക ആയിരുന്നല്ലോ നാറ്റോയുടെ ഒരു കവചം എന്ന് പറയുന്നത്. പക്ഷേ ട്രംപിൻ്റെ വരവോടുകൂടി ആ ഒരു കവചത്തിൽ നിന്ന് മാറി ഇപ്പം ശരിക്കും പറഞ്ഞാൽ നാറ്റോയിൽ സാങ്കേതികമായിട്ട് മാത്രമേ അമേരിക്ക ഉള്ളൂ. പ്രാവർത്തികമായിട്ട് അമേരിക്ക ഈ നാറ്റോയിൽ നിന്ന് പുറത്തായൊരവസ്ഥയാണ്. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ യൂറോപ്പ് ഈ റിയാലിറ്റിയിലേക്ക് തിരിച്ചു പോകുന്നു. ഇതുവരെ ട്രംപിന് വിധേയമായിക്കൊണ്ടാണ് തുടക്കത്തിൽ അവർ പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് അവർ പെരുമാറുന്നത്. ഇപ്പോൾ ട്രംപിൻ്റെ ആദ്യത്തെ താരിഫിൻ്റെ പ്രഖ്യാപനം എന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ, വിശേഷിച്ചും ബ്രിട്ടൻ ഒക്കെ വളരെ അവധാനതയോടുകൂടി ആ വിഷയത്തെ കൈകാര്യം ചെയ്ത് ഒരുവിധം താരിഫൊക്കെ അവർക്ക് താങ്ങാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷമാണ് ഈ ഡെൻമാർക്ക് ഇഷ്യൂ വരുന്നത്. ഈ ഡെൻമാർക്ക് ഇഷ്യൂ വരുന്നത് സജീവമാകുന്നത് വെനിൻസുലയ്ക്ക് ശേഷമാണ്. അപ്പോൾ ട്രംപ് വെനിൻസുലയിൽ പോയിട്ട് അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ച് പൊക്കിയെടുത്ത് കൊണ്ട് കൂട്ടിലിട്ടിരിക്കുക. അതൊരു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് വെനിൻസുല. 300 ട്രില്യൺ ബാരൽസ് എണ്ണയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് ആധിപത്യം നേടുക എന്നുള്ളത് ഈ എണ്ണ വിറ്റ് കാശാക്കുന്നതിനേക്കാൾ ഉപരി അവിടുത്തെ ഈ വെനിൻസുലയിലെ എണ്ണയുടെ 90% ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചൈനയിലേക്കാണ്. അപ്പോൾ ഈ പുതിയ ഭൗമ രാഷ്ട്രീയത്തിൽ ചൈനയെ ഒതുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി എൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വെനിൻസുലയുടെ നിയന്ത്രണം തങ്ങളുടെ കയ്യിലായി കഴിഞ്ഞാൽ ഈ ചൈനയിലേക്കുള്ള ഈ എണ്ണ പോക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇറാനെ അസ്വസ്ഥമാക്കുക. ഇറാൻ്റെ മേജർ ഷെയർ വാങ്ങുന്നത് ചൈനയാണ്. അപ്പോൾ ചൈന എമർജിങ് പവർ ആവുന്ന ചൈനയെ നേരിടുക എന്നുള്ള ഒരു മുഖ്യ ലക്ഷ്യം ഇതിൻ്റെ പിന്നിൽ ട്രംപിൻ്റെ പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ എണ്ണയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക, അതിനകത്തു നിന്നുള്ള കാശ് അടിച്ചു മാറ്റുക, ഒപ്പിക്കുക. പിന്നെ ഈ ഒരുപാട് മിനറൽസും ഉണ്ട് അവിടെ, റെയർസുകളുണ്ട്, അതും കൈക്കലാക്കുക. ഇതൊക്കെയാണ് മെയിൻ ഉദ്ദേശം. ഏറ്റവും മുഖ്യമായ ഉദ്ദേശം ഈ പറഞ്ഞതുപോലെ ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സിൽ ചൈനയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് സാധനം. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഡെൻമാർക്ക് തങ്ങൾക്ക് വേണം. അപ്പോൾ ഡെൻമാർക്കിൻ്റെ പ്രശ്നത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഈ വെനിൻസുലയുടെ പ്രവൃത്തി, വെനിൻസുലയിൽ നിന്ന് എങ്ങനെയാണോ ഈ മഡുറോയും ഭാര്യയും തട്ടിക്കൊണ്ടുപോയെന്നുള്ളത് കണ്ടപ്പോഴത്തേക്ക് യൂറോപ്പിന് മനസ്സിലായി ഇനി ഗ്രീൻലാൻഡിലേക്ക് രണ്ടായാലും ട്രംപ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലായിക്കൊണ്ടാണ് യൂറോപ്യൻ സേന ഡെൻമാർക്കിലേക്ക് തിരിക്കുകയും അവിടെ സ്ഥാനമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ട്രംപിൻ്റെ ഏകദേശം ഒരു അൾട്ടിമേറ്റം പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ ഗ്രീൻലാൻഡ് കാശ്, ഞാൻ തരുന്ന കാശിന് നിങ്ങൾ ഗ്രീൻലാൻഡ് എനിക്ക് വിൽക്കുക, അതല്ലെങ്കിൽ ഞാൻ ഏറ്റെടുക്കും. അപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഫ്രാൻസ്, ഇപ്പം മാക്രോണൊക്കെയാണ് ശക്തമായിട്ട് ട്രംപിനെതിരെ സംസാരിക്കുന്നത്. ഇപ്പം സ്റ്റാർമർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയൊന്നും അത്ര ഡിപ്ലോമാറ്റിക്കായിട്ടാണ് സംസാരിക്കുന്നത്. അതേസമയത്ത് സ്റ്റാമറിൻ്റെയും നടപടി ഇപ്പം വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഡിപ്ലോമസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അവരുടെ ഒരു ഉടമ്പടികളുടെ പശ്ചാത്തലമൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ മാക്രോൺ രണ്ടും നോക്കുന്നില്ല. മാക്രോൺ അതിശക്തമായിട്ടാണ് ട്രംപിനെ പേഴ്സണലായിട്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഫ്രഞ്ച് വൈനും അങ്ങോട്ടുള്ള മറ്റേ ഉൽപ്പന്നങ്ങൾക്കുമൊക്കെ ഈ താരിഫ് ഇപ്പം ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, ജിയോ പൊളിറ്റിക്സിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്, ഇത് മനസ്സിലാക്കിക്കൊണ്ട് യൂറോപ്പ് ഇനി ഒരു വലിയൊരു ഡിസിഷൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നായിട്ട് ഈ ട്രംപിനോട് ഇനി വിധേയപ്പെട്ട് നിൽക്കേണ്ട, അമേരിക്കയോട് വിധേയപ്പെട്ട് നിന്നിട്ട് കാര്യമില്ല, നിൽക്കാൻ പാടില്ല, അമേരിക്കയെ നേരിടുക എന്നുള്ള സമീപനം എടുത്തു.
അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ യൂറോപ്പും ചൈനയും തമ്മിലുള്ള കരാറുകളും, ചൈനയും തമ്മിലുള്ള വളരെ ഒരു സുഖകരമായ ബന്ധമായിരുന്നില്ല യൂറോപ്പിൻ്റെ ഉണ്ടായിരുന്നത്, വിശേഷിച്ചും ബ്രിട്ടൻ്റെയൊക്കെ. പക്ഷേ ആ ചൈനയും യൂറോപ്പും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമാക്കി. അവർ തമ്മിൽ കരാറുണ്ടാക്കി, ഓസ്ട്രേലിയയായിട്ട് കരാറുണ്ടാക്കി, അതോടൊപ്പം സൗത്ത് ആഫ്രിക്കയായിട്ട് കരാറുണ്ടാക്കി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ടും ചൈന കരാറുണ്ടാക്കി. അപ്പോൾ ഒരു മൾട്ടി ഒരു 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 എന്താ പറയുക, ഒരു പോളാർ സിസ്റ്റത്തിലേക്ക് ഈ യൂറോപ്പ് പോകുന്നു. ഇന്ത്യ അതുപോലെ തന്നെ യൂറോപ്പുമായിട്ടും അതേപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ടും മറ്റ് രാജ്യങ്ങളുമായിട്ടും എല്ലാം കരാറുണ്ടാക്കിക്കൊണ്ട് പോകുന്നു. ഇന്തോനേഷ്യ, അതുപോലെ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടും യൂറോപ്പ് കരാറുണ്ടാക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അമേരിക്ക ഇപ്പോൾ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു പുതിയ ജിയോ പൊളിറ്റിക്സിൽ. അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ്, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇപ്പം അറബ് രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. ആ സൈനിക താവളങ്ങൾ ഉണ്ടെങ്കിലും അവരും ഇപ്പം വളരെ ശക്തമായിട്ട് നിലപാടെടുത്തു തുടങ്ങി. അതല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പ് ട്രംപ് ഏകദേശം ഇറാനെ അടിക്കാനായിട്ടുള്ള ആൾമോസ്റ്റ് ഒപ്പിട്ടതായിരുന്നു. പക്ഷേ സൗദി അറേബ്യയും അതേപോലെ തന്നെ ജോർദാനും അവിടെയൊക്കെയുള്ള കിരീടാവകാശിയുണ്ടല്ലോ, മുഹമ്മദ് ബിൻ സൽമാൻ, അതെ, സൽമാനും അതേപോലെ തന്നെ ജോർദൻ രാജാവും എല്ലാം ശക്തമായിട്ട് ട്രംപിൻ്റെ പുറത്ത് സമ്മർദ്ദം ചെലുത്താൻ തുടർന്നിട്ടാണ് ഇത് പിൻവാങ്ങുന്നത്. കാരണം അല്ലെങ്കിൽ ഇറാനെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ മിഡിൽ ഈസ്റ്റ് മുഴുവൻ, അവിടുത്തെ അന്തരീക്ഷം മുഴുവൻ മാറും അല്ലേ? അപ്പോൾ ഇത് നിലവിലുള്ള അവസ്ഥ, അതുപോലെ കാനഡ. അപ്പോൾ നിലവിൽ ഇപ്പോൾ അമേരിക്ക ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നാൽ പോലും ഇന്നും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയും ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി എന്ന് പറയുന്നതും അമേരിക്കയാണ്. അതിനെ നേരിടാനായിട്ട് യൂറോപ്പും ഇന്ത്യയും മറ്റെല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കുന്ന ഒരു പുതിയ കാഴ്ചയാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പം ട്രംപിൻ്റെ ഈ ഭീഷണിയൊന്നും അദ്ദേഹം ഉദ്ദേശിച്ച കണക്ക്, ഈ താരിഫ് യുദ്ധം തുടങ്ങിയ സമയത്ത് ഉദ്ദേശിച്ച കണക്ക് യൂറോപ്പിനെയും ബാധിക്കാൻ പോകുന്നില്ല, മറ്റു രാജ്യങ്ങളെയും ബാധിക്കാൻ പോകുന്നില്ല. ഇത് ആഭ്യന്തരമായിട്ട് ട്രംപിന് അമേരിക്കയിൽ പ്രശ്നങ്ങൾ നേരിടാൻ പോകും. കാര്യം അമേരിക്കയിൽ വളരെയധികം വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് ഫ്രഞ്ച് വൈൻ, ലോകം മുഴുവൻ. ആ ഫ്രഞ്ച് വൈൻ ഇപ്പം എത്ര, 200%, 300%? 200% അവിടെ തീരുവ ഏർപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭാരം ആരാണ് വഹിക്കേണ്ടി വരിക? തീർച്ചയായിട്ടും അമേരിക്കക്കാർ തന്നെയായിരിക്കും. അല്ലാത്ത ഗതിയിൽ 30% വീതം ടാക്സ് വരുന്നത് ഈ പറയുന്ന താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതെ. അപ്പോൾ അതുമൊക്കെ ഇപ്പം വന്നിരിക്കുന്നതാണ്. അപ്പം പ്രാബല്യത്തിൽ ആയിട്ടില്ലെന്ന് തോന്നുന്നു. അത് വരുന്ന മാസങ്ങളിലാണത് പ്രാവർത്തിയാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ രീതിയിൽ അത് വരുമ്പോഴും ശരിക്കും അതിൻ്റെ ഭാരം ഏൽക്കേണ്ടി വരുന്നത് അമേരിക്കൻ ജനതയാണ്. ഇപ്പം തന്നെ ആഭ്യന്തരമായിട്ട് അമേരിക്കക്കാർ വല്ലാണ്ട് ബുദ്ധിമുട്ട് കാണും. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇത്രയും ഇന്ത്യക്ക് പുറത്ത് ഇത്രയധികം തീരുവ ചുമത്തിയിട്ടും ഇന്ത്യയിൽ നിന്ന് വളരെ 100 കോടി ബില്യൺ ഡോളറിൻ്റെ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ കഴിഞ്ഞ വർഷത്തെയായിട്ട്. വലിയ കാര്യമായ വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ ഈ അങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളെല്ലാം ഈ താരിഫ് കൊടുത്തിട്ടാണല്ലോ അമേരിക്കക്കാർ ഇറക്കുമതി ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ആഭ്യന്തരമായിട്ട് ട്രംപിന് വലിയൊരു പ്രശ്നം അമേരിക്കയിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല ഇപ്പോൾ ഗ്രീൻലാൻഡിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക്, അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ വെറും 17% ആൾക്കാർ മാത്രമേ ട്രംപിൻ്റെ നിലപാടിനോട് യോജിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഈ വരുന്ന മിഡ് ടേം പോളിൽ മിക്കവാറും ട്രംപിൻ്റെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടി ഒരു വലിയ തിരിച്ചടി നേരിടാനുള്ള സാധ്യതയാണ് ഈ ട്രംപിൻ്റെ നടപടിയിലൂടെ ഇപ്പം നമ്മൾ അമേരിക്കയിൽ സംഭവിക്കാൻ പോകുന്നത്. മറിച്ച് ഈ ട്രംപിൻ്റെ നടപടി യൂറോപ്പിനെയും മറ്റ് രാജ്യങ്ങളെയും പുതിയൊരു സമവാക്യങ്ങളിലേക്കും ഒരു മൾട്ടി അലൈൻമെൻറ്റ് പോളിസിയിലേക്കും കൊണ്ടുപോവുകയും കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു. കാരണം യൂറോപ്പ് അതിൻ്റെ ശക്തി ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ്. ഇതുവരെ അമേരിക്കയുടെ കൂടെ നിന്ന് അമേരിക്കയുടെ പിന്നിൽ ഒരു ദുർബല യൂണിയനായിട്ട് യൂറോപ്പ് നിൽക്കുകയായിരുന്നു. അതിൽ നിന്ന് മാറി യൂറോപ്പും അതിൻ്റെതായ ശക്തിയിലേക്ക് വരുന്നു, മറ്റ് രാജ്യങ്ങളും. കാരണം ഇദ്ദേഹം ഈ ബുള്ളികളെ നേരിടണമെന്നുണ്ടെങ്കിൽ ദുർബലമായ പറ്റത്തില്ല, അതൊരു മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ട്രംപ് എന്ന ബുള്ളിയെ നേരിടണമെന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ അടുത്ത് കരുത്ത് കാട്ടിയേ പറ്റൂ. അപ്പം ലോകരാഷ്ട്രങ്ങളെല്ലാം ആ കരുത്തിലേക്ക്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൗത്ത് ആഫ്രിക്ക പോലും അത് പ്രകടമാക്കിയിരിക്കുന്നു. ഒരു യുദ്ധത്തിലേക്ക് പോവുമോ യൂറോപ്പ്? യുദ്ധത്തിലേക്ക് പോകില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു അന്തരീക്ഷം വളരെ കാരണം ഇപ്പം
ഗ്രീൻലാൻഡ് കയറി ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും യൂറോപ്പിനും കൈ കെട്ടി നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ യൂറോപ്യൻ സേന ഇപ്പം ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും ഇറ്റലിയുടെയൊക്കെ സേന ഇപ്പം ഡെൻമാർക്കിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് വെറുതെ ആയിരിക്കത്തില്ലല്ലോ. സൈന്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ നേരിടാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു നടപടി വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഏറ്റുമുട്ടലിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഒരടി മുന്നോട്ട് വെച്ചാൽ ആക്രമിക്കും. തീർച്ചയായിട്ടും ആക്രമിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്.